എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബയോളജി ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്ററാണ്. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള നോട്ട്സ് വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കപ്പം വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തുടർന്ന് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ആദ്യമായിട്ട് ലൈഫ് സ്പാൻ എന്നാണ് പറയുന്നത്. ലൈഫ് സ്പാൻ എന്താണെന്ന് ചോദിച്ചാൽ ദ പീരീഡ് ഫ്രം ബർത്ത് ടു ഇറ്റ്സ് നാച്ചുറൽ ഡെത്ത് ഈസ് കോൾഡ് ലൈഫ് സ്പാൻ. അതായത് ഒരു ജീവിക്കുന്ന കാലം, അതിൻ്റെ ജനനം മുതൽ നാച്ചുറൽ ആയിട്ട് അത് മരിക്കുന്നത് വരെ. നാച്ചുറൽ മീൻസ് അതിൻ്റെ ഒരു ആവറേജ് ലൈഫ് എന്നതാണ് അത് ഉദ്ദേശിക്കുന്നത്. ദി പീരീഡ് ഫ്രം ബർത്ത് ടു ഇറ്റ്സ് നാച്ചുറൽ ഡെത്ത് ഈസ് കോൾഡ് ലൈഫ് സ്പാൻ. അടുത്തതായിട്ട് പറയുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ആദ്യത്തെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ നിന്നിട്ടുള്ളതാണ്. ഡെത്ത് ഈസ് സർട്ടൈനിറ്റി, നോ ഇൻഡിവിജ്വൽ ഈസ് ഇമ്മോർട്ടൽ. അതായത് ലോകത്ത് ആർക്കും മരണം ഇല്ലാത്തതായിട്ട് ഇല്ല, എല്ലാവരും മരിക്കുന്നവരാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് NCERT നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ ആൻസർ എങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഡെത്ത് ഈസ് സർട്ടൈനിറ്റി, നോ ഇൻഡിവിജ്വൽ ഈസ് ഇമ്മോർട്ടൽ. ഓക്കെ, പുള്ളിക്കാരൻ അല്ലെങ്കിൽ NCERT പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്. ഇൻ കേസ് ഓഫ് സിംഗിൾ സെൽഡ് ഓർഗാനിസം ഇറ്റ്സ് ആൻ എക്സെപ്ഷൻ. അതായത് സിംഗിൾ സെൽ ഓർഗാനിസത്തിൻ്റെ കേസ്, ഇപ്പം അമീബ, പാരമീസിയം ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിംഗിൾ സെല്ലാണ് അതിൻ്റെ പേരൻറ്റ്. ആ പേരൻറ്റ് ഡിവൈഡ് ചെയ്ത് രണ്ടായി മാറുമ്പോൾ രണ്ട് ഇൻഡിവിജ്വലായിട്ട് മാറുകയാണ്. അവിടെ ആർക്കാണ് മരണം സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ ഒരു എക്സെപ്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഡെത്ത് ഈസ് സർട്ടൈനിറ്റി, നോ ഇൻഡിവിജ്വൽ ഈസ് ഇമ്മോർട്ടൽ എന്നതിൻ്റെ ആൻസർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എക്സെപ്ഷൻ എന്ന് പറയുന്നത് സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ റീപ്രൊഡക്ഷൻ എന്താണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ റീപ്രൊഡക്ഷൻ എന്താണെന്ന്, പക്ഷെ അതിനൊരു ഡെഫിനിഷനായിട്ട് പറയണ്ടേ. റീപ്രൊഡക്ഷൻ ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് വിച്ച് എനേബിൾസ് ദി സ്പീഷീസ് കണ്ടിന്യൂറ്റി. നമ്മുടെ സ്പീഷീസിന് കണ്ടിന്യൂറ്റി കൊടുക്കുന്നത് ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻസ്. ഒന്ന് പറഞ്ഞു നോക്കെ. റീപ്രൊഡക്ഷൻ ഈസ് എ ബയോളജിക്കൽ പ്രോസസ് വിച്ച് എനേബിൾസ് സ്പീഷീസ് കണ്ടിന്യൂറ്റി ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻസ്. അപ്പം സ്പീഷീസ് കണ്ടിന്യൂറ്റി കൊടുക്കുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ. പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ട്, എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. വാട്ട് യു മീൻ ബൈ എസെക്ഷൽ റീപ്രൊഡക്ഷൻ? എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഓസ്പ്രിങ്സ്, അതായത് ഓസ്പ്രിങ്സ് ഉദ്ദേശിക്കുന്ന യങ് വൺസ് ആണ്. ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം സിംഗിൾ പാരൻറ്റ്. സിംഗിൾ പാരൻസിൽ നിന്നിട്ടാണ് ഓസ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുക വിത്ത് ഓർ വിത്തൗട്ട് ദി ഫോർമേഷൻ ഓഫ് ഗമേറ്റ്സ്. അതായത് ഗമേറ്റ്സ് ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. അടുത്ത സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ടു പേരൻസ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ് പാർട്ടിസിപ്പേറ്റ്. ടു പേരൻസ് ഉണ്ടാവും, ഓപ്പോസിറ്റ് സെക്സ് ആയിരിക്കും, മെയിൽ ഫീമെയിൽ. അടുത്ത പ്രൊഡക്ഷൻ ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് ഒക്കർ. അതായത് മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ഗമേറ്റ്സ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പം എസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ട് പഠിക്കുന്ന ഒരാളാണ് ക്ലോൺസ്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രോഡക്റ്റിന് പറയുന്ന പേരാണ് ക്ലോൺ. എന്താണെന്ന് ചോദിച്ചാൽ ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഓസ്പ്രിങ്സ് അഥവാ യങ് വൺസിന് പറയുന്ന പേരാണ് ക്ലോൺസ്. ജനറ്റിക്കലി സിമിലർ ഓസ്പ്രിങ്സ് ഈസ് കോൾഡ് ക്ലോൺസ്. ഇറ്റ് ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട്സ് ഓഫ് എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ക്ലോൺസ് എന്താണെന്ന് നോക്കെ, ഒന്ന് പറഞ്ഞു നോക്കെ. Genetically similar offsprings are called clones. It is formed as a result of asexual mode of reproduction. മനസ്സിലായി കാണുമല്ലോ. അടുത്ത നമുക്ക് അഞ്ചാമത്തെ സെക്ഷനിലോട്ട് പോവാം. അഞ്ചാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അതായത് ലോവർ ആയിട്ടുള്ള ഓർഗാനിസത്തിൽ പ്രധാനമായിട്ടും നടക്കുന്നത് എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനാണ്. ഇത്തരത്തിൽ എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുമ്പം ഉണ്ടാകുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഓർഗാനിസത്തിൽ ഉണ്ടാകുന്ന ഫിനോമിനൻ, അതിന് പറയുന്ന പേരുകളാണ് ചുവടെ നമ്മൾ പറയുന്നത്. ടെക്സ്റ്റിൽ പറയുന്ന 1 2 3 4 5 എക്സാമ്പിൾസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ബൈനറി ഫിഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത് അമീബയിലും പാരമീസിയത്തിലുമായിട്ടുള്ള സിംഗിൾ സെൽഡായിട്ടുള്ള ഓർഗാനിസത്തിലാണ്. അതൊരു എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ മോഡ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ എന്നൊക്കെ പറയാം അമീബയിൽ. അപ്പോൾ അമീബയിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് ബൈനറി ഫിഷൻ എന്നതാണ് അമീബയിലും പാരമീസിയത്തിലും നടക്കുന്നത്. അടുത്ത ബഡ്സ് ഡെവലപ്പ് ചെയ്യും ഈസ്റ്റിലും ഹൈഡ്രയിലും. ആ ബഡ്സിൽ നിന്നും ന്യൂ ഇൻഡിവിജ്വൽസ് ഡെവലപ്പ് ചെയ്തു പോകും. അടുത്ത സൂസ്പോർസ് ആണ്. സൂസ്പോർസ് എന്ന് പറയുമ്പം ആൽഗയിലും ഫംഗസിലും കാണപ്പെടുന്ന സ്പോറാണ് സൂസ്പോർ. സൂസ്പോറിൽ നിന്നിട്ടും അടുത്ത ഇൻഡിവിജ്വൽ ഫോം ചെയ്യും.
അടുത്ത കൊനീഡിയോസ്പോർ എന്നൊക്കെ പറയുന്നത് പെനിസിലിയം എന്ന ഓർഗാനിസത്തിലുള്ളതാണ്. പെനിസിലിയത്തിൽ കൊനീഡിയ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. അടുത്തത് ജെമ്യൂൾസ് ഇൻ സ്പോഞ്ചസിൽ കാണപ്പെടുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ജെമ്യൂൾസിൽ നിന്നിട്ടാണ് അടുത്ത ജനറേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതൊരു അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. അസെക്ഷൽ റീപ്രൊഡക്ഷന് നമ്മൾ ബോട്ടണിയിൽ പറയുന്ന ഒരു പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നൊക്കെ പറയുന്നത്. വെജിറ്റേറ്റീവ് എന്ന വാക്കിൻ്റെ അർത്ഥം, അതായത് എന്താ പറയുന്നത്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് പ്ലാന്റ്സിൽ ഡെവലപ്പ് ചെയ്തിട്ട് ആ പ്ലാന്റ്സിലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് വളർന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു പാർട്സിൽ നിന്നിട്ട് ന്യൂ ഇൻഡിവിജ്വൽ ഉണ്ടാവുന്നു. അവിടെ അപ്പം ആ പേരൻറ്റിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. അവിടെ ഫ്യൂഷനോ അതായത് സെക്ഷൽ മോഡിലോ ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അസെക്ഷൽ മോഡ്സ് ആണ്. അതിനും 1, 2, 3, 4, 5, 6, 7 എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. റണ്ണർ എന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഫോം ചെയ്യുന്നത് സെൻറ്റെല്ല, ഓക്സാലിസ് തുടങ്ങിയ പ്ലാന്റ്സിലാണ്. ഇനി ജിഞ്ചറിൽ കാണപ്പെടുന്ന ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണ് റൈസോമിൽ നിന്നിട്ട് പുതിയ ഇൻഡിവിജ്വൽ ഡെവലപ്പ് ചെയ്യുന്നു. ഒണിയനിൽ കാണപ്പെടുന്ന ബൾബ് എന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൽ നിന്നും ഓർഗാനിസംസ് പുതിയത് ഡെവലപ്പ് ചെയ്യുന്നു. അഗേവ് എന്ന പ്ലാന്റിലെ ബൾബിൽ എന്ന സ്ട്രക്ചർ ഒരു അസെക്ഷൽ സ്ട്രക്ചറിൽ നിന്നിട്ട് പുതിയ ഇൻഡിവിജ്വൽ ഫോം ചെയ്യുന്നു. വാട്ടർ ഹയാസിന്ത് എന്ന പ്ലാന്റിലെ ഓഫ്സെറ്റ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂള്. അതുവഴിയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. പൊട്ടറ്റോ എന്നതിൽ ട്യൂബർ ഓഫ് പൊട്ടറ്റോയുടെ സൈഡിൽ കാണപ്പെടുന്ന സാധനമാണ് ട്യൂബറിൽ നിന്നുമാണ് പുതിയ ഇൻഡിവിജ്വൽസ് ഫോം ചെയ്യുന്നത് അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ വഴി. അടുത്ത ബ്രയോഫില്ലം എന്ന പ്ലാന്റിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ബ്രയോഫില്ലം എന്ന പ്ലാന്റിൽ ലീഫ് ബഡ്സുകളാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളുകളായിട്ട് ആക്ട് ചെയ്തിട്ട് പുതിയതായിട്ട് പ്ലാന്റ്സ് ഫോം ചെയ്യുന്നതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ടെറർ ഓഫ് ബംഗാൾ എന്ന ഒരു പ്ലാന്റിനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റിൽ ആ ഒരു സൈഡിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്താണ് ടെറർ ഓഫ് ബംഗാൾ എന്ന് ചോദിച്ചാൽ അതിൻ്റെ നേച്ചർ കൊണ്ടിട്ടാണ് അതിനെ ടെറർ ഓഫ് ബംഗാൾ എന്ന് ആൾക്കാർ വിളിച്ചത്. മോസ്റ്റ് ഇൻവേസീവ് വീഡ്സ് ഫൗണ്ട് ഇൻ വാട്ടർ, അതായത് പെട്ടെന്ന് വാട്ടർ ബോഡീസിൽ വാട്ടർ കണ്ടൻറ്റ്, അതായത് സ്റ്റാഗ്നൻ്റ് വാട്ടറിലായാലും ഫ്ലോട്ടിങ് അതായത് കറണ്ട് വാട്ടറിലായാലും, അതായത് ഈ ലേക്കിലൊക്കെ കൂട്ട് മൂവ്മെൻ്റ് ഇല്ലാത്ത അതിന് പറയുന്ന പേരാണ് സ്റ്റാഗ്നൻ്റ് വാട്ടർ, അല്ലെങ്കിൽ അഴുക്കൊക്കെയുള്ള പ്രദേശം. അങ്ങനെയുള്ള മൂവ്മെൻ്റ് ഇല്ലാത്ത വാട്ടറിലും വാട്ടർ ഒഴുകി നടക്കുന്ന ഈ റിവേഴ്സിലൊക്കെ കൂട്ടുള്ള വാട്ടറിലും ഒക്കെ കാണപ്പെടുന്ന ഒരാളാണ് ടെറർ ഓഫ് ബംഗാൾ. അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് എക്കോർമിയ ക്രാസിപ്പസ് എന്നതാണ്. ഇതൊരു ആഫ്രിക്കൻ പായൽ എന്നൊക്കെ അറിയപ്പെടുന്ന സാധനമാണ്. ഇത് ഒരു ജലാശയത്തിൽ വന്ന് മൂടിയാൽ കവർ ചെയ്താൽ വാട്ടർ ബോഡീസിൽ കവർ ചെയ്താൽ എന്തുണ്ടാവും, അത് മാസ്സായിട്ട് വളരുകയും അവിടുത്തെ ഡിസോൾഡ് ഓക്സിജനെ അബ്സോർബ് ചെയ്യുകയും അതുകൊണ്ടിട്ട് അവിടുത്തെ ഫിഷസ് നശിച്ചു പോവുകയും ചെയ്യുന്നു. ഫിഷസ് എന്നല്ല, അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി ഫുള്ള് ലോസ് ആയി പോകുന്നുണ്ട്, നാച്ചുറൽ ബയോഡൈവേഴ്സിറ്റി ഡ്യൂ ടു ദിസ് പ്ലാന്റ്. സോ ദിസ് ഈസ് കോൾഡ് ടെറർ ഓഫ് ബംഗാൾ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ടെറർ ഓഫ് ബംഗാൾ എന്ന പ്ലാന്റിൽ ഏത് അസെക്ഷൽ മെത്തേഡ് വഴിയാണ്, ഏത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ വഴിയാണ് പുതിയ ഓഫ്സ്പ്രിങ്സ് ഫോം ചെയ്യുന്നത്? ഓഫ്സെറ്റ് വഴി. വാട്ടർ ഹയാസിൻസ് ആണ് വാട്ടർ ഹയാസിൻസ് ആണ് ടെറർ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഓക്കെ, നമ്മുടെ NCERT ടെക്സ്റ്റ് പറഞ്ഞു തരുന്നത് ഫ്ലവർ ഈസ് ദി ഫാസിനേറ്റിംഗ് ഓർഗൻ ഓഫ് ആൻ ഓർഗാനിസം എന്നതാണ്. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ഏറ്റവും ഫീച്ചറാണ് ഫ്ലവർ എന്ന് പറയുന്നത്. അതായത് ഒരു പ്ലാന്റിൽ ഫ്ലവറിങ് ഉണ്ടായി എന്ന് വന്നാൽ ആ പ്ലാന്റിൻ്റെ പുതിയ ജനറേഷൻ ഉണ്ടാവാൻ ആ പ്ലാന്റ് തുടക്കം കുറിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഒരു പ്ലാന്റിൽ ഫ്ലവറിങ് ഉണ്ടാവുന്ന പീരീഡിനെ വെച്ചിട്ട് നമുക്ക് പ്ലാന്റ്സിനെ തരം തിരിക്കാം. ഫ്ലവറിങ് ഒരു ഇയറിൽ ഉണ്ടാവുന്ന പ്ലാന്റ്സുകൾക്ക് പറയുന്ന പേരാണ് ആനുവൽ പ്ലാന്റ്. ഇനി ഫ്ലവറിങ് 2 ഇയേഴ്സിൽ ഉണ്ടാവുന്ന പ്ലാന്റ്സിന് പറയുന്ന പേരാണ് ബൈനിയൽ പ്ലാന്റ്സ്. ബൈ എന്ന് വെച്ചാൽ 2 എന്നല്ലേ. ഇനി പെരനിയൽ പ്ലാന്റ്സ് ഉണ്ട്. പെരനിയൽ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ 2ൽ കൂടുതൽ ഇയേഴ്സിൽ ഫ്ലവറിങ് ഒക്കെ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ആനുവൽ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഫ്ലവറിങ് ഇൻ 1 ഇയർ, ബൈനിയൽ മീൻസ് ഫ്ലവറിങ് ഇൻ 2 ഇയർ, പെരിനിയൽ മീൻസ് മോർ ദാൻ 2 ഇയർ. അപ്പോൾ ആനുവൽ പ്ലാന്റ്സിലും ബൈനിയൽ പ്ലാന്റ്സിലും നമ്മൾ കൺസിഡർ ചെയ്യുക, ആനുവൽ പ്ലാന്റ്സും ബൈനിയൽ പ്ലാന്റ്സും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ക്ലിയർ കട്ട് വെജിറ്റേറ്റീവ് സെൻസ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫേസ് കാണാൻ പറ്റും. അതായത് ഇതിൻ്റെ ലൈഫ് സൈക്കിളിന്
1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ കപ്പാസിറ്റി ഉള്ളത് കൊണ്ടിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ വെജിറ്റേറ്റീവ് സ്റ്റേജിൽ, അതായത് അതിൻ്റെ ഗ്രോത്ത് ഫേസിൽ അതെങ്ങനെയായിരിക്കും, റീപ്രൊഡക്റ്റീവ് ഫേസിൽ എങ്ങനെയായിരിക്കും ഫ്ലവറിങ് ഉണ്ടാകുന്നത്, ഇനി നശിക്കുന്ന അല്ലെങ്കിൽ വാർദ്ധക്യകാലം എന്നൊക്കെ പറയുന്ന സെൻസെൻ്റ് ഫേസിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാകുന്നു നമുക്ക് ക്ലിയർ കട്ടായിട്ട് നമുക്ക് ഡീറ്റെയിൽസ്, അതായത് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി പെരനിയൽ പ്ലാന്റ്സിലേക്ക് വരുമ്പോഴത്തേക്ക് മോർ ദാൻ 2 ഇയർ അല്ലേ പറഞ്ഞത്, ഫ്ലവറിങ് ഒക്കർ ഇൻ മോർ ദാൻ 2 ഇയർ. ബാംബൂ പ്ലാന്റ് ഫ്ലവറിങ് ഇത്തരത്തിൽ കാണപ്പെടുന്ന പെരനിയൽ പ്ലാന്റ് ആണ്. ബാംബൂ പ്ലാന്റിൽ ഫ്ലവറിങ് കാണപ്പെടുക 50 to 100 ഇയേഴ്സ് ആണ്. ഫ്ലവറിങ് ഒക്കർ ഇൻ ബിറ്റ്വീൻ 50 and 100 ഇയേഴ്സ്. അതുപോലെ തന്നെ ബാംബൂ പ്ലാന്റ് ഒരു പ്രാവശ്യമേ പൂക്കത്തുള്ളൂ, കഴിഞ്ഞാൽ ഡാമേജ്ഡായി പോകും. അടുത്ത രണ്ടാമത്തെ ഒരാളാണ് സ്ട്രോബൈലാന്തസ് കുന്തിയാന, ഫ്ലവറിങ് വൺസ് ഇൻ 12 ഇയേഴ്സ്. 12 വർഷത്തിൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് സ്ട്രോബൈലാന്തസ് കുന്തിയാന. നമുക്ക് ആനമുടിയിലൊക്കെ പോയാൽ നീലക്കുറിഞ്ഞി നന്നായിട്ട് കാണാൻ പറ്റും. അത് പൂക്കുന്ന സമയത്ത് പോകണം എന്നേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ആ പ്ലാന്റ് കാണാൻ പറ്റും. സ്ട്രോബൈലാന്തസ് കുന്തിയാന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പീഷീസാണ്. ഒരു ഓർഗാനിസത്തിൽ റീപ്രൊഡക്റ്റീവ് ഫേസിൽ പല പല മാറ്റങ്ങൾ അതിൻ്റെ ഫീമെയിൽസിൽ ഉണ്ടാവുന്നുണ്ട്. ഇത്തരത്തിൽ പ്രൈമേറ്റുകളിൽ ഉണ്ടാവുന്ന മാറ്റത്തിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ സൈക്ലിക് ഇവൻറ്റ്സ് ഡ്യൂറിങ് റീപ്രൊഡക്റ്റീവ് ഫേസ് ഓഫ് ഫീമെയിൽസ് ഓഫ് പ്രൈമേറ്റ്സ് ഈസ് കോൾഡ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് പ്രൈമേറ്റ്സിൽ കാണപ്പെടുന്ന റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ് ഇൻ ഫീമെയിൽസ് ഓഫ് പ്രൈമേറ്റ്സ്. അടുത്ത ഫീമെയിൽസ് ഓഫ് നോൺ പ്രൈമേറ്റ്സിൽ കാണപ്പെടുന്ന റീപ്രൊഡക്റ്റീവ് സൈക്കിളിന് പറയുന്ന പേരാണ് ഈസ്റ്റർ സൈക്കിൾ, സൈക്കിൾ ഓഫ് ഈവൻറ്റ്സ്, റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഓഫ് ഈവൻറ്റ്സ് ഓഫ് ഫീമെയിൽസ് ഓഫ് നോൺ പ്രൈമേറ്റ്സ്. പ്രൈമേറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരൊക്കെ ഉൾപ്പെടുന്നതാണ്, മനുഷ്യൻ മങ്കിയൊക്കെ ഉൾപ്പെടുന്നതാണ്. ഇനി ഈസ്റ്റർ സൈക്കിൾ എന്ന് ഉദ്ദേശിച്ചത് ക്യാറ്റ്സ്, ഡോഗ്സ് ഒക്കെ വരുന്നതാണ്. എന്താണ് സീസണൽ ബ്രീഡർ, എന്താണ് കണ്ടിന്യൂസ് ബ്രീഡർ എന്ന് ചോദിച്ചാൽ, ബ്രീഡിങ് നടത്തുന്നത് ഒരു സീസണിൽ, ഒരു പർട്ടിക്കുലർ സീസണിലാണെങ്കിൽ, ബ്രീഡിംഗ് എന്ന് വെച്ചാൽ മേറ്റിങ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എന്നൊക്കെ ഉദ്ദേശിച്ചാൽ മതി. അതൊരു പർട്ടിക്കുലർ സീസണിലാണ് അതിന് പറയും സീസണൽ ബ്രീഡേഴ്സ്. ഇനി ബ്രീഡിങ് നടക്കുന്നത് ഏത് ടൈമിലും ആണെങ്കിൽ, അതായത് റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ത്രൂ ഔട്ട് ദി റീപ്രൊഡക്റ്റീവ് ഫേസ്, എല്ലാ ടൈമിലും റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആയിട്ടുള്ള നമ്മളെ പോലുള്ള ആൾക്കാർക്ക് പറയുന്ന പേരാണ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ്. മാമൽസിനെ വെച്ചിട്ടാണ് സീസണൽ ബ്രീഡേഴ്സും കണ്ടിന്യൂസ് ബ്രീഡേഴ്സും നമ്മുടെ NCERT എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അടുത്തതായിട്ട് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ഈവൻറ്റ്സ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഏതൊക്കെ ഈവൻറ്റ്സ് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് സിമ്പിളായിട്ട് ആദ്യം സ്റ്റെപ്പുകൾ മാത്രം എന്ന് പറയാം. ഗാമറ്റോജെനസിസ്, ഗാമേറ്റ് ട്രാൻസ്ഫർ, ഫെർട്ടിലൈസേഷൻ, സൈഗോട്ട് ഫോർമേഷൻ ആൻഡ് എംബ്രിയോജെനസിസ്. അത് കഴിഞ്ഞ് പാർച്ചുറേഷനും കൂടി ഉണ്ട് ഇൻ ഹ്യൂമൻസ്. ഗാമറ്റോജെനസിസ് എന്ന് വെച്ചാൽ ഗമേറ്റ്സ് ഫോം ചെയ്യുന്നു. ഗമേറ്റ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ഗമേറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തിനു ചെയ്യാമെന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടി. ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് ടു ഫോം സിംഗിൾ സെൽഡ് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ആ സൈഗോട്ടിൽ നിന്നും സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് എംബ്രിയോജെനസിസ് വഴി എംബ്രിയോസ് ഫോം ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇവൻറ്റ്സ് ഇൻ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനിൽ പറയാനുള്ളത്. അത് നമുക്ക് ഗാമറ്റോജെനസിസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് NCERT പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ടൈപ്പ് ഓഫ് ഗമേറ്റ്സ്, അതായത് പ്രധാനമായിട്ടും ഗമേറ്റുകളുടെ സ്ട്രക്ചർ വെച്ചിട്ട് ഐസോ ഗമേറ്റ്, അനൈസോ ഗമേറ്റ്, ഗമേറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഐസോ ഗമേറ്റ് എന്ന് വെച്ചാൽ സെയിം ഒരേപോലെയാണ് മെയിൽ ഗമേറ്റ് ഫീമെയിൽ ഗമേറ്റ് ഇരിക്കുന്നത്. ഇനി അനൈസോ ഗമേറ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനെയൊക്കെയുള്ളതാണ്. അടുത്ത ഗാമറ്റോജെനസിസിൽ പറയാനുള്ള കുറച്ച് ടേംസുകളാണ്, ഒരു ബയോളജി സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേമുകളാണ്. എന്താണ് യൂണിസെക്ഷൽ, ബൈസെക്ഷൽ കണ്ടീഷൻ, മൊണീഷ്യസ് കണ്ടീഷൻ, ഡൈഷ്യസ് കണ്ടീഷൻ. ആദ്യമായിട്ട് പറയാം, യൂണിസെക്ഷൽ എന്നും ബൈസെക്ഷൽ എന്നതും നമ്മൾ പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും ഒരു പർട്ടിക്കുലർ പ്ലാന്റിൽ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബൈസെക്ഷൽ കണ്ടീഷൻ, ഇൻ വിച്ച് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്സ് പ്രസൻറ്റ് ഇൻ എ പ്ലാന്റ്. അടുത്ത യൂണിസെക്ഷൽ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരെണ്ണം മെയിൽ പാർട്ട്, ഒന്നെങ്കിൽ മെയിൽ പാർട്ട് അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ട് മാത്രം പ്ലാന്റ്സിൽ കാണപ്പെടുന്നു ഒരൊറ്റ പ്ലാന്റിൽ. അപ്പോൾ നമുക്ക് ബൈസെക്ഷൽ പ്ലാന്റിലാണെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കാണാൻ പറ്റും. യൂണിസെക്ഷൽ പ്ലാന്റിലാണെങ്കിൽ മെയിൽ ഓർ ഫീമെയിൽ ഏതെങ്കിലും ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ കാണാൻ പറ്റും. അപ്പം അവിടെ മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റും സെപ്പറേറ്റ് കാണും. ഇനി മൊണീഷ്യസ് ഡൈഷ്യസ് എന്താണെന്നാണ് പറയാൻ പോണത്. യൂണിസെക്ഷലിൻ്റെ സുവോളജിക്കൽ ടേമാണ് ഡൈഷ്യസ്. അതായത് ഇവിടെ സെക്സസ് ആർ സെപ്പറേറ്റ് ആണ്. അതായത് മെയിൽ ഓർ ഫീമെയിൽ മാത്രമേ കാണത്തുള്ളൂ, ഒറ്റ അനിമലിന് കാണത്തില്ല.
അടുത്ത മൊണീഷ്യസ് എന്ന് വെച്ചാൽ ബൈസെക്ഷൽ കണ്ടീഷൻ്റെ സുവോളജിക്കൽ ടേമാണ്. അതായത് ഹെർമാഫ്രോഡൈറ്റുകൾ എന്നൊക്കെ പറയും മൊണീഷ്യസിന് മറ്റൊരു പേര്. അതായത് മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും ഉണ്ടാവും വിത്തിൻ്റെ ഒരേ ഒരു ആനിമലിൽ തന്നെ. അടുത്ത നമുക്ക് ഗമേറ്റോ ട്രാൻസ്ഫറിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഗമേറ്റോ ട്രാൻസ്ഫർ ഇൻ ആനിമൽസിന് പറയുന്ന പേരാണ് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ ഒരു ഡെഫിനേഷൻ പറയാനാണെങ്കിൽ ഇറ്റ് ഈസ് ദി ഇൻട്രഡക്ഷൻ ഓഫ് സ്പേം ഇൻ ടു ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്ക് എന്നൊക്കെ പറയാം. ഇനി പോളിനേഷൻ എന്ന് പറയുന്നത് ബൊട്ടാണിക്കൽ ടേമാണ്. പോളിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫർ ഓഫ് ആന്തർ ടു ദി സ്റ്റിഗ്മ ഓഫ് ദി പിസ്റ്റിൽ. സ്റ്റിഗ്മ ഓഫ് ദി പിസ്റ്റിൽ എന്ന് വെച്ചാൽ ഫീമെയിൽ പാർട്ടിലെ ഒരു ഫീമെയിൽ പാർട്സാണ്. അപ്പം ആന്തർ എന്ന് പറയുന്ന മെയിൽ പാർട്സാണ്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പോളൻസ് ആന്തർ, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ടു ദി സ്റ്റിഗ്മ ഓഫ് ദി പിസ്റ്റിൽ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ആന്തർ എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻസിൻ്റെ അകത്തിരിക്കുന്ന കണ്ടൻ്റാണ്. ഓക്കെ, അടുത്ത നമ്മൾ ആൽഗെ, ബ്രയോഫൈറ്റ, ടെറഡോഫൈറ്റ തുടങ്ങിയ ലോവർ പ്ലാന്റ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വാട്ടറാണ് പ്രധാനമായിട്ടും ഗമേറ്റോ ട്രാൻസ്ഫറിൻ്റെ മീഡിയം. അപ്പോൾ ഇത്തരത്തിൽ വാട്ടർ മീഡിയം ആയതുകൊണ്ട് അഡ്വാൻറ്റേജസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല, ഡിസഡ്വാൻറ്റേജസ് ആണുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പോളൻസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു, അതുപോലെ കുറേയധികം പോളൻസ് അപ്പോൾ ലോസ് ആയി പോവുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് പോളൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം. കുറേ അധികം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം, പക്ഷേ അവിടെ ഒരു പോളൻ ലോസ് കൂടെ ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഫെർട്ടിലൈസേഷനാണ്. ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെയിൽ ഗമേറ്റ് ആൻഡ് ഫീമെയിൽ ഗമേറ്റ് ആണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഉണ്ട്, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ഉണ്ട്. ഇതാണ് രണ്ട് ടൈപ്പ് ഫെർട്ടിലൈസേഷൻ. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ബോഡീൻ്റെ ഔട്ട്സൈഡ്, അതായത് ആ ഓർഗാനിസത്തിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ ഒക്കെ ഔട്ട്സൈഡ് ദി ബോഡി ഓഫ് ദി ഓർഗാനിസം. ആൽഗെ, ഫിഷസ്, ആംഫീബിയൻസ് ആർ എക്സിബിറ്റ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. അടുത്ത ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷൻ ഒക്കർ ഇൻസൈഡ് ദി ബോഡി ഓഫ് ദി ഓർഗാനിസം. ഹ്യൂമൻ ബീങ്സ് ഈസ് വൺ ഓഫ് ദി എക്സാമ്പിൾ. അടുത്ത ഫെർട്ടിലൈസേഷൻ്റെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, പാർത്തനോജെനസിസ്. എന്താണ് പാർത്തനോജെനസിസ് എന്ന് വെച്ചാൽ ഫീമെയിൽ ഗമേറ്റിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ട് ന്യൂ ഓർഗാനിസം ഉണ്ടാകുന്നു വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതിന് പറയുന്ന പേരാണ് പാർത്തനോജെനസിസ്. Parthenogenesis, which means female gamete undergo development to form new organism without fertilization, is said to be parthenogenesis. അടുത്തതായിട്ട് സൈഗോട്ട് ഫോർമേഷൻ. അടുത്തതായിട്ട് നമുക്ക് സൈഗോട്ട് ഫോർമേഷൻ എന്താണെന്ന് നോക്കാം. സൈഗോട്ട് ഫോർമേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫെർട്ടിലൈസേഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് ആ ഒരു സിംഗിൾ സെല്ലിന് പറയുന്ന പേരാണ് സൈഗോട്ട് ഫോർമേഷൻ. ഒരു സെൻറ്റൻസ് ആയിട്ടൊക്കെ പറയാനാണെങ്കിൽ സൈഗോട്ട് എന്ന് പറയുന്നതാണ് ശരിക്കും ഒരു സ്പീഷീസിൻ്റെ കണ്ടിന്യൂറ്റിയുടെ വൈറ്റൽ ലിങ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സൈഗോട്ട് ഈസ് ദി വൈറ്റൽ ലിങ്ക് ദാറ്റ് എൻഷുർ ദി കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ് ബിറ്റ്വീൻ ഓർഗാനിസംസ് ഓഫ് വൺ ജനറേഷൻ ആൻഡ് ദി നെക്സ്റ്റ് ജനറേഷൻ എന്നൊക്കെ പറയാം. അതായത് ഒരു ജനറേഷനിൽ നിന്നിട്ട് നെക്സ്റ്റ് ജനറേഷൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വൈറ്റൽ ലിങ്ക് ആയിട്ടുള്ള സിംഗിൾ സെൽഡ് ആയിട്ടുള്ള സാധനമാണ് സൈഗോട്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ലാസ്റ്റ് പറയാനുള്ളത് എംബ്രിയോജെനസിസ് എന്നതാണ്. പ്രോസസ് ഓഫ് ജെനസിസ് അല്ലെങ്കിൽ എംബ്രിയോ ഗ്രോ ചെയ്യുന്ന ഫേസിന് പറയുന്ന പേരാണ് എംബ്രിയോജെനസിസ്. അവിടെയാണ് യങ് വൺസ് കംപ്ലീറ്റ് ആയിട്ട് നറിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ അതിന് രൂപം കൊള്ളുന്നത്. പ്രധാനമായിട്ടും ഒവിപാരസ് ആൻഡ് വിവിപാരസ് രണ്ട് ടൈപ്പ് അനിമൽസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. മുട്ടയിടുന്ന ഓർഗാനിസത്തിന് പറയുന്ന പേരാണ് ഒവിപാരസ്. പ്രൊഡ്യൂസിങ് യങ് വൺസ് മീൻസ് ഓഫ് എഗ്ഗ് ഹാച്ചിങ്. അപ്പം എഗ്ഗ് വഴി മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഓർഗാനിസത്തിന് പറയുന്ന പേരാണ് ഒവിപാരസ്. ഇനി വിവിപാരസ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വിവിപാരസിൽ കുട്ടികൾ വളരുന്നത് യങ് വൺസ് ഗ്രോ ഇൻസൈഡ് ദി ബോഡി ഓഫ് ദി പേരൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിസത്തിന് പറയുന്ന പേരാണ് വിവിപാരസ്. വിവിപാരസ് ആണ് നമ്മൾ ഹ്യൂമൻ ബീൻസ് എക്സാമ്പിളാണ്. ഒവിപാരസ് എന്ന് പറഞ്ഞാൽ മുട്ടയിടുന്ന എല്ലാവരും വരും. പ്രധാനമായിട്ടും റെപ്റ്റൈൽസും ബേർഡ്സും ഒക്കെയാണ് ഒവിപാരസിൽ വരുന്നത്. നമ്മളെ പോലുള്ള മാമൽസിൽ വരുന്ന ഈ ഹ്യൂമൻ ബീൻസൊക്കെ വിവിപാരസ് ആണ്. അടുത്തതായിട്ട് എന്താണ് മിയോസൈറ്റ് എന്നുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മദർ സെല്ലിന് പറയുന്ന പേരാണ് മിയോസൈറ്റ്. അപ്പോൾ ഇത്രയും ചെറിയ കാര്യങ്ങളായിരുന്നു നമുക്ക് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.